ഗൈസ്, അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണെന്ന് വെച്ചാൽ നല്ലൊരു അടിപൊളി കണവ റോസ്റ്റ് ആണ് കേട്ടോ. കണവ റോസ്റ്റ് ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഉള്ളി നല്ല സ്ലൈസ് ആക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. സവോള ഇതൊരു 2.5 വലിയ സവോള ഉണ്ട് കേട്ടോ. പിന്നെ ഒരു 2 കുഞ്ഞ് തക്കാളി, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി നറുക്കിയത്, പിന്നെ നമ്മൾ കറുവേപ്പില. ഇത്രയും സാധനമാണ് നമ്മൾ വെജിറ്റബിൾസിൽ എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഓഫ് കോഴ്സ് നമുക്ക് ഇതിന് മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള നമ്മുടെ കണവ തന്നെ ഇവിടെ ഉണ്ട്. ഇതിന് നമുക്ക് ഇനി വേണമെന്നുള്ള മസാല എന്ന് പറയുന്നത്, ഞാനൊരു ചെറിയ 2 ഗ്രാമ്പ്, ഒരു 10ഓളം കുരുമുളകുകള്, പിന്നെ നമ്മളിതാ പെരുംജീരകം, ഇത്രയും നമ്മൾ എടുത്തിട്ടുണ്ട്. പൊടികൾ നോക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ഉണ്ട്, മല്ലിപ്പൊടി ഉണ്ട്, മുളക് പൊടി ഉണ്ട്. ഇത്രയും മതി കേട്ടോ. അപ്പൊ ഇനി നമുക്ക് വേഗം ഇത് എങ്ങനെയാ കുക്ക് ചെയ്യണം നോക്കാട്ടോ. നമ്മുടെ കണവ റോസ്റ്റിന് വേണ്ടിയിട്ട് നമ്മളിതാ ഒരു പാൻ അടുപ്പിൽ വെച്ചു ഗൈസ്. അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക, നമ്മുടെ വെളിച്ചെണ്ണക്കുട്ടനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ആവശ്യത്തിനുള്ളത് ഒഴിച്ചു കൊടുക്കണം. ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ നമുക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വേറൊന്നും അല്ല ചേർക്കേണ്ടുന്നത്. ആദ്യം ചേർക്കേണ്ടത് നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മളിതിൽ ഞാൻ പൊതുവെ ഈ റോസ്റ്റ് ഐറ്റങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഞാൻ എന്താ പറയാ, നമ്മുടെ ഈ കടുകൊന്നും ചേർക്കത്തില്ല കേട്ടോ. എനിക്ക് അതൊന്നും അങ്ങനെ വലിയ താല്പര്യമുള്ള കാര്യമല്ല. ഞാൻ സവോളയാണ് ആദ്യം ചേർത്ത് കൊടുക്കാറുള്ളത്. സോ നമ്മളിവിടെ നല്ല അടിച്ചു പൊളിച്ച് നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് ഗൈസ്. ഇതിലേക്ക് നമുക്ക് സവോള ആദ്യം ഇട്ട് കൊടുക്കാവേ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ ക്യാമറ ഒന്ന് സെറ്റ് ചെയ്യുന്ന സമയം എടുത്തതായിരുന്നു. അപ്പോൾ നമ്മുടെ സവോള ഒന്ന് ഇട്ട് കൊടുക്കാം. സവോള ഇട്ട് കൊടുത്ത് ഒന്ന് വേഗം ഒന്ന് വഴറ്റാം. നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരുന്നോട്ടെ കേട്ടോ. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരുന്നോട്ടെ. നല്ല തിന്നായിട്ട് അരിഞ്ഞ സവോളയാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് വേഗം ഒന്ന് വഴന്ന് കിട്ടും. ഇത് നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ സവോള പെട്ടെന്ന് വഴരാനായിട്ട്, വഴന്ന് കിട്ടാൻ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലതാണ്. വേണ്ടോ? ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് തക്കാളി, പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി, കറുവേപ്പില, ഇത്രയും കൂടെ എടുത്തോളാം. നമുക്ക് ഇതിലോട്ട് ആക്കിക്കോളാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ നമുക്കിത് വേഗം നന്നായിട്ടൊന്ന് വളരാൻ വേണ്ടിയിട്ട് വെക്കാം. ഓക്കെ, വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം വേകാൻ വേണ്ടിട്ട് കേട്ടോ. അടച്ചു വെച്ചു. അപ്പൊ ഈ ഒരു ഗ്യാപ്പിൽ നമുക്ക് ഈ ഒരു മിക്സി ജാർ ഒന്ന് എടുത്തിട്ട്, നമ്മൾ നേരത്തെ ഇവിടെ എടുത്തു വെച്ചിട്ടില്ലായിരുന്നോ ഈ ഒരു ഗ്രാമ്പ്, നമ്മുടെ പിന്നെ കുരുമുളക്, പെരുംജീരകം, ഈ സാധനങ്ങൾ ഇതിലോട്ട് ഒന്ന് കൊട്ടി കൊടുക്കാം. ഇതിലോട്ട് തന്നെ നമുക്ക് ഈ ചെറിയ സ്പൂണ് ഒരു സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ആവശ്യത്തിന് എരിവിന് കേട്ടോ. ആവശ്യത്തിന് എരിവിന് മുളക് പൊടി, ഇച്ചിരി കറിവേപ്പില, ഇത്രയും കൂടി നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാവേ. അയ്യോ, ക്യാമറയിൽ ഇത് കണ്ടില്ലല്ലേ. ഓക്കെ, ഇതാ എല്ലാം എടുത്തിട്ടുണ്ട്. നമുക്ക് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. നമ്മുടെ സവോള ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ പൊടിയില്ലേ, നമ്മൾ പൊടിച്ചെടുത്തില്ലേ പൊടി, ഇതൊരിച്ചിരി പോലും ബാക്കി വരാതെ നമുക്ക് ഇതിലോട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. ശരിക്കും ഈ ഒരു കണവ റോസ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ, നന്നായിട്ടുണ്ടാവും. നല്ല രുചിയാണ് കേട്ടോ, സീരിയസ്ലി. നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നന്നായിട്ട് ഈ മസാല ഒന്ന് പിടിക്കുന്ന വരയ്ക്കും നമുക്കിതൊന്ന് ഇളക്കി വെച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ. സവോള നന്നായിട്ട്, സവോളയും തക്കാളിയും, നിങ്ങൾ വിചാരിക്കും
ഇതിൽ നമ്മൾ ഗ്രാമ്പൊക്കെ ചേർക്കുമെന്ന് വിചാരിക്കും. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. ഞാൻ ഓരോ സാധനങ്ങളും ട്രൈ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ കൊണ്ടുവരാൻ ശ്രമിക്കും. ഉണ്ടാക്കി നോക്ക്, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. മനസ്സിലായില്ലേ? ഇത് ഒരു സ്പെഷ്യൽ രുചിയാണ് ഈ ഒരു കണവ റോസ്റ്റിന് കേട്ടോ. അപ്പൊ ഇത് നന്നായിട്ടൊന്ന് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. ഈ തക്കാളിയുടെ ചാറ് ഇതിൽ വരുന്നതിൽ തന്നെ ഇത് വെന്തോളും കേട്ടോ. അപ്പൊ നമുക്ക് വേഗം ഇതൊന്ന് നന്നായിട്ട് അടച്ചു വെച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് വേകട്ടെ. ഗൈസ്, നമ്മുടെ ഉള്ളി നന്നായിട്ട് ഇവിടെ വെന്തിട്ടുണ്ട്. ഈ വെന്ത സമയത്ത് നമുക്ക് ഇതിലോട്ട് കണവ ചേർത്ത് കൊടുക്കാം. നമ്മുടെ കൂന്തൽ ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് വൃത്തിക്ക് കഴുകി വെച്ചിരിക്കുന്ന സംഭവമാണ് കേട്ടോ. ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതവിടെ ഇരുന്ന് എന്നിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി വെച്ചു കൊടുക്കാം. ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിൽ കുറച്ച് കാടമുട്ട നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ, കാടയുടെ മുട്ട കിട്ടുവാണെങ്കിൽ അതും കൂടെ നിങ്ങൾ വേവിച്ചിട്ട് കഴിഞ്ഞാൽ ഗൈസ് വേറെ ലെവൽ ടേസ്റ്റ് ആണ് കേട്ടോ. വേറെ ലെവൽ എന്ന് വെച്ചാൽ വേറെ ലെവലാണ്. ശരിക്കും നല്ല രുചി ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് ഒരു സാധനം കൂടി ഇതിൽ ഇൻഗ്രീഡിയന്റ് ആയിട്ട് നമുക്കിനി ചേർക്കാനുള്ളൂ. അത് ഇച്ചിരി കഴിയട്ടോ നമുക്ക് ചേർക്കാം. ഇതൊന്ന് നല്ലോണം വേവട്ടെ. നമ്മുടെ ഈ കൂന്തൽ ഇപ്പൊ നമ്മൾ ആഡ് ചെയ്തതല്ലേ ഉള്ളൂ. ഇത് നന്നായിട്ടൊന്ന് വെന്തോട്ടെ കേട്ടോ. വെന്തതിന് ശേഷം നമുക്ക് അടുത്ത ഇൻഗ്രീഡിയന്റും കൂടി ആഡ് ചെയ്യുമ്പോൾ ഇതിന്റെ പരിപാടി നമുക്ക് അങ്ങോട്ട് കഴിയും. അപ്പൊ ഗൈസ്, നമ്മുടെ റോസ്റ്റ് ഏകദേശം, കണവ റോസ്റ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കപ്പോൾ നമ്മുടെ റോസ്റ്റ് ഒന്ന് നോക്കാം. വാവ്, ബ്യൂട്ടിഫുൾ, നല്ല അടിച്ചു പൊളിച്ച്. ഞാൻ ഇതിന്റെ ഇടയിൽ ഇളക്കിയൊക്കെ കൊടുത്തായിരുന്നു. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് അവസാനത്തെ ഇൻഗ്രീഡിയന്റ് എന്ന് ഞാൻ പറഞ്ഞ ഒരു ചെറിയ നാരങ്ങയുടെ 1/4 ഭാഗം, വെറും ക്വാർട്ടർ കേട്ടോ. കാരണം നമ്മൾ ഇതിൽ പുളിയൊന്നും ചേർത്തിട്ടില്ല. നമ്മൾ ഓൾറെഡി ചേർത്തൊരു കുഞ്ഞു തക്കാളിയും ഒന്ന്, അതായത് വലിയ തക്കാളി ആണെങ്കിൽ ഒരെണ്ണം, ചെറിയ തക്കാളി ആണെങ്കിൽ 2 എണ്ണം. അപ്പൊ അതാണ്ട നല്ല അടിപൊളി റോസ്റ്റ് ആണ് കണ്ടോ. ശരിക്കും നല്ല മണമുണ്ട് കേട്ടോ. നല്ല മണമെന്ന് വെച്ചാൽ നല്ല മണമാണ്. അപ്പൊ നമ്മൾ ഇതും കൂടി ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ, ഇപ്പൊ നിങ്ങൾക്ക് ഇച്ചിരി ചാറ് പോലെ വേണമെങ്കിൽ ഈ പരുവത്തിലൊക്കെ നിങ്ങൾക്ക് ഇത് എടുക്കാം. പക്ഷെ എനിക്കാണെങ്കിൽ ഇച്ചിരിയും കൂടി റോസ്റ്റ് ആയിട്ട് വേണം. അപ്പൊ അതുകൊണ്ട് ഞാനിത് ഹൈ ഫ്ലെയിമിൽ ഒന്ന് ഇതിനെ റോസ്റ്റ് ആക്കി എടുക്കുവാണ് കേട്ടോ. നാരങ്ങയില്ല, ഞാൻ ഇതിനിടയിൽ ഉപ്പ് ചെക്ക് ചെയ്തായിരുന്നു. ഉപ്പൊക്കെ കണക്കാണ്. പെരുംജീരകം, ഇതിന്റെ സ്മെല്ല്, അതുപോലെ തന്നെ കുരുമുളക് എല്ലാം കൂടിയിട്ട് നല്ല റിയലി ഇറ്റ്സ് ഫാന്റാസ്റ്റിക് എന്നൊക്കെ പറയില്ലേ, അതുപോലെ നല്ലൊരു പൊളി ഐറ്റമാണിത്. ഇതിങ്ങനെ ഇവിടെ ഇരിക്കട്ടെ. ഞാൻ ഒരു കുഞ്ഞു കാര്യവും കൂടി ഇതിൽ ചെയ്യാൻ പോവാണേ. നമ്മൾ അവസാനമായിട്ട് ചെയ്യുന്ന കുഞ്ഞു കാര്യം എന്ന് പറയുന്നത് വെളിച്ചെണ്ണയിൽ നന്നായിട്ട് ഒന്ന് തിരുമ്മിയെടുത്ത കുറച്ച് കറിവേപ്പില. ഇതാണ് നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. ഇതിന്റെ ഫൈനൽ ടച്ചപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മളിതാ നമ്മുടെ കണവ റോസ്റ്റ് നല്ല അടിച്ചു പൊളിച്ച് ഈ കറിവേപ്പിലയുടെ മണവും ഈ വെളിച്ചെണ്ണയുടേതും എല്ലാം കൂടി ഒരു മണമുണ്ടേ. ഇതൊന്ന് ഇളക്കി വെച്ചിട്ട് ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കണം. വാങ്ങിയെന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ പ്ലേറ്റിലോട്ട് മാറ്റത്തില്ല ഗൈസ്. എന്തുകൊണ്ടാണെന്നറിയോ, ഇതിങ്ങനെ ഈ ചട്ടി തന്നെ ഇരുന്ന് ചട്ടിയുടെ ചൂട് കൊണ്ട് ഈ ഒരു, നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി നല്ലൊരു സ്മെല്ല് നമുക്ക് കിട്ടും. ഇത് തുറക്കുമ്പോൾ നല്ലൊരു സ്മെല്ലെന്ന് വെച്ചാൽ നല്ലൊരു സ്മെല്ല് നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ തന്നെ ഇങ്ങനെ അടച്ചു വയ്ക്കാൻ പോകുന്നു. കുറച്ച് കഴിഞ്ഞ് നമുക്കിത് തുറക്കാം കേട്ടാ. ഗൈസ്, അപ്പൊ കണ്ടല്ലോ, നല്ല അടിപൊളി കണവ റോസ്റ്റ് ആണ് കണ്ടോ. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയാണ്. ഇത് കണ്ടാൽ തന്നെ പെറുക്കിയെടുത്ത് കഴിക്കാനായിട്ട് നമുക്ക് തോന്നും. അമാതിരി ഒരു സൂപ്പർ ഡ്യൂപ്പർ കണവ റോസ്റ്റ് ആണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം രേഖപ്പെടുത്തണം. മാത്രമല്ല വീഡിയോ ഇഷ്ടമായാൽ കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എസ്പെഷ്യലി നിങ്ങൾ എല്ലാവരും ഹൈപ്പ് ചെയ്യണം കേട്ടോ. അപ്പൊ ലവ് യു ഓൾ, ബൈ ബൈ.